നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സാറ് കള്ളം പറയുക എന്നല്ല, സാറിന് തോന്നിയതാവും. ഗൗരി അങ്ങനെയൊന്നും ചെയ്യില്ല, രവി പറഞ്ഞു. നിന്നോട് അവളെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നീ അവളോടുള്ള സിമ്പതി കൊണ്ട് അവൾക്ക് സേഫായ ഷെൽട്ടർ നോക്കി നടക്കില്ലേ, ദേവൻ പറഞ്ഞു. അവളോട് സിമ്പതി മാത്രമല്ല സർ, അവള് നല്ലൊരു പെണ്ണാ. എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയുന്ന, നന്നായി കുടുംബം നോക്കാൻ കഴിയുന്ന, നല്ല അച്ചടക്കമുള്ള നല്ലൊരു പെണ്ണ്. ഏതൊരാളുടെയും ഉള്ളിൽ ഭാര്യ എന്ന സങ്കല്പത്തിന് ഗൗരി മാച്ചായിരിക്കും സർ. മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ദേവനെ നോക്കി രവി പറഞ്ഞു. ദേവൻ ദേഷ്യത്തോടെ രവിയുടെ മുഖത്തു നിന്ന് നോട്ടം മാറ്റി. പല്ലുകൾ കൂട്ടിത്തിരുമ്മി അവൻ ദേഷ്യം കടിച്ചമർത്തി നിന്നു. സാറിന് ഗൗരിയെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ലെന്നറിയാം. ഇത് സത്യമല്ലേ സർ? അത് അംഗീകരിക്കുന്നതിൽ എന്തിനാ ഇത്ര ഈഗോ, രവി ചോദിച്ചു. ദേവൻ ദേഷ്യത്തോടെ രവിയുടെ കോളറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എടാ, എനിക്ക് ഈഗോ ആണെന്നാണോ നീ പറയുന്നത്? അവൾക്ക് മറ്റാരും ആശ്രയില്ലെന്നും പോകാൻ മറ്റൊരിടല്ലെന്നും ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണെന്നും സാറിനറിയാം. എന്നിട്ടും എന്തിനാ പിന്നെ അവളോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഇത് ഈഗോ അല്ലാതെ മറ്റെന്താ, രവി ചോദിച്ചു. അതിന് ദേവൻ മറുപടിയൊന്നും പറയാതെ രവിയുടെ കോളറിൽ നിന്ന് പിടിവിട്ട് കുറച്ചു മാറി നിന്നു. രവി അവൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. അവളിവിടുന്ന് പോകേണ്ടവൾ തന്നെയാണ്. ഇങ്ങനെ അവളിവിടെ വരാൻ പാടില്ലായിരുന്നു. അവളിവിടെ വരാൻ കാരണം സാറ് തന്നെയാ. ഇനി എങ്ങനെ പറഞ്ഞു വിടുന്നറിയാതെ അവളോട് വഴക്കുണ്ടാക്കുകയല്ല വേണ്ടത്. സാർ അവളെ ഭാര്യയായി കാണുന്നില്ല. അവൾ സാറിനെ ഭർത്താവായും കാണുന്നില്ല. അപ്പോൾ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ അവളിവിടുന്ന് പോകാൻ തയ്യാറാവില്ലേ, രവി ചോദിച്ചു. കാര്യങ്ങളെല്ലാം തുറന്നു പറയാന്ന് പറയുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നത്, ദേവൻ ചോദിച്ചു. സത്യം തുറന്നു പറയണം സാർ. സാറിന് മറ്റൊരു ഭാര്യയുണ്ടെന്നും അതുകൊണ്ട് ഗൗരിയെ ഭാര്യയായി സ്വീകരിക്കാൻ കഴിയില്ലെന്നും പറയണം. രവി അത് പറഞ്ഞതും ദേവൻ ഗൗരി അത് കേൾക്കുന്നുണ്ടോ എന്ന് പേടിയോടെ നോക്കി. അപ്പോൾ അവൾക്ക് ഇവിടുന്ന് പോകാതെ വേറെ നിവർത്തിയില്ലല്ലോ, രവി പറഞ്ഞു. നോ, അതൊരിക്കലും അവൾ അറിയരുത്. അറിഞ്ഞാൽ എന്നോടുള്ള ദേഷ്യം അവൾക്ക് കൂടുകയുള്ളൂ, ദേവൻ പറഞ്ഞു. സാറിനോടുള്ള ദേഷ്യം അവൾക്ക് കൂടുമെന്ന് കരുതി സത്യങ്ങൾ തുറന്നു പറയാതിരിക്കുന്നത് തെറ്റല്ലേ സാർ? അവൾ ഇവിടെ ജീവിക്കാൻ തയ്യാറാവുന്നത് സാർ താലി കെട്ടിയ പെണ്ണെന്ന നിലയിലാ. അതൊന്നും ശരിയായിരുന്നില്ല, തെറ്റായിരുന്നു എന്ന് അവൾ നേരത്തെ അറിഞ്ഞാൽ അത് നല്ലതല്ലേ സാർ? അവൾക്ക് സാറിനോട് ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അവളിവിടുന്ന് സ്വയം പോവാൻ തയ്യാറാവുകയും ചെയ്യും. അവളിവിടുന്ന് സ്വയം പോകാൻ തയ്യാറാവുമ്പോൾ സാറ് കൊടുക്കുന്ന ഒരു ഷെൽട്ടർ അവൾ വേണ്ടെന്ന് വയ്ക്കുമോ, രവി ചോദിച്ചു. അവളെ ഇവിടുന്ന് പറഞ്ഞുവിട്ട് മറ്റൊരു ഷെൽട്ടർ ഒരുക്കി കൊടുക്കണമെന്ന് മാത്രമേ നീ ചിന്തിക്കുന്നുള്ളൂ? ഒരു പെണ്ണ് സമൂഹത്തിൽ തനിച്ച് താമസിക്കേണ്ടി വരുമ്പോൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നീ ചിന്തിക്കുന്നില്ലേ, ദേവൻ ചോദിച്ചു. അതും ഞാൻ ചിന്തിക്കുന്നുണ്ട് സാർ. എന്നാൽ ഇവിടെ നിന്നാലുണ്ടാകുന്ന അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ദീപചേച്ചിയുടെ വീട് പോലെ അടുത്ത ഒരുപാട് നല്ല ഫാമിലീസുള്ള ഒരു ചെറിയ വീടായാൽ അവൾ സേഫായിരിക്കും, രവി പറഞ്ഞു. അതൊന്നും ശരിയാവില്ല, ദേവൻ പറഞ്ഞു. എന്തുകൊണ്ട് ശരിയാവില്ല സാർ, രവി ചോദിച്ചു. ഏട്ടത്തി ഈ നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഏട്ടത്തിയുടെ കൂടെ മക്കളുണ്ടായിരുന്നു. ഏട്ടത്തി ഒരാളുടെ ഭാര്യയായിരുന്നെന്നും 2 കുട്ടികളുടെ അമ്മയാണെന്നും അടുത്ത് താമസിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഗൗരി, അവളുടെ ഭർത്താവാരെന്ന് ആർക്കും അറിയില്ല. അവൾ ഈ നാട്ടിലേക്ക് വരുമ്പോൾ അവളുടെ കല്യാണം കഴിഞ്ഞിരുന്നില്ല. പെട്ടെന്നൊരു ദിവസം കല്യാണം കഴിഞ്ഞ രീതിയിൽ അവളെ കാണുകയും പിന്നീട് തനിച്ച് താമസിക്കുകയും ചെയ്ത അവളോട് അവളെ അറിയാവുന്നവർ കാര്യങ്ങൾ ചോദിക്കും. ഒരു പക്ഷേ എന്നോടുള്ള വാശിക്ക് അവളെല്ലാം തുറന്നു പറഞ്ഞെന്ന് വരും. അത് കൂടുതൽ പ്രശ്നമാവേയുള്ളൂ, ദേവൻ പറഞ്ഞു. എന്ന് കരുതി കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കുന്നത് തെറ്റല്ലേ സാർ? അഞ്ജലി മാഡത്തിനോടോ നാൻസി മാഡത്തിനോടോ മറ്റുള്ളവരോടോ പറയാതിരിക്കുന്നത് പോലെയല്ല ഗൗരിയോട് പറയാതിരിക്കുന്നത്. നിയമപരമായി സാറിന് മറ്റൊരു ഭാര്യ ഉള്ളപ്പോഴാ ഗൗരിയോടുള്ള വാശിക്ക് അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്, രവി പറഞ്ഞു. ദേവൻ വേഗം രവിയുടെ വായ കൈകൊണ്ട് അടച്ചു പിടിച്ചു പറഞ്ഞു. പതുക്കെ പറയടാ, അവൾ കേൾക്കണ്ട. ദേവൻ്റെ കൈ എടുത്തു മാറ്റി രവി പറഞ്ഞു. കേൾക്കട്ടെ സാർ. അതിനിങ്ങനെ ഭയക്കണോ? ദേവൻ രവിയുടെ കോളറിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ ഒന്നും അറിയണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് അവൻ്റെ കോളറിൽ നിന്ന് പിടിവിട്ട് അവൻ അകത്തേക്ക് കയറിപ്പോയി. ദേവൻ റൂമിലേക്ക് കയറി വരുമ്പോൾ ഗൗരി ബക്കറ്റിൽ വെള്ളമെടുത്ത് മോപ്പ് കൊണ്ട് റൂം തുടയ്ക്കാൻ നിൽക്കുകയായിരുന്നു. അത് കണ്ട് ദേവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. കഴിഞ്ഞില്ലേ ഇതുവരെ നിന്റെ ക്ലീനിങ്? ഇപ്പം കഴിയും, തുടയ്ക്കൽ കൂടെ ഉള്ളൂ, അവൻ്റെ ദേഷ്യം കണ്ട് ഗൗരി പേടിയോടെ പറഞ്ഞു. അവൻ ദേഷ്യത്തോടെ റൂമിന് പുറത്തു നിന്നു. അപ്പോൾ അവൾ വേഗം തുടയ്ക്കാൻ തുടങ്ങി.
അവൾ തുടയ്ക്കുന്നത് കണ്ട് ദേവൻ ഒരു ചെറു പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. പേടിച്ചിടയ്ക്ക് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ വേഗം പുഞ്ചിരി മാറ്റി മുഖത്ത് ദേഷ്യം വരുത്തി. വീണ്ടും അവൾ തുടയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പിന്നെയും അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. പെട്ടെന്ന് അവൻ്റെ നോട്ടം അവളുടെ കയ്യിലെ മുറിവിൻ്റെ പാടിൽ പതിച്ചു. നിനക്കിപ്പോൾ ഈ മുറിവ് വേദനിക്കുന്നുണ്ടോ? അവൻ വളരെ സൗമ്യമായി ചോദിച്ചു. അത്ഭുതത്തോടെ ഗൗരി ദേവനെ നോക്കിയിട്ട് പറഞ്ഞു, ചെറുതായിട്ട്. മുഴുവനായി ഉണങ്ങുന്നതിന് മുൻപ് എന്തിനാ ജോലികൾ ചെയ്യാൻ നിന്നത്? ദേവൻ ചോദിച്ചു. ഇയാൾക്കിത് എന്തുപറ്റി എന്ന ഭാവത്തിൽ ഗൗരി ദേവനെ നോക്കി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, വൃത്തികേടായി കിടക്കുന്നത് കാണുമ്പോൾ സഹിക്കുന്നില്ല, അതുകൊണ്ട്. എന്നിട്ടവൾ വീണ്ടും തുടയ്ക്കാൻ തുടങ്ങി. റൂമിനുള്ളിൽ തുടയ്ക്കൽ കഴിഞ്ഞ് പുറത്തേക്കെത്തിയപ്പോൾ അവൾ ദേവനോട് പറഞ്ഞു, ഏതു നേരവും റൂമിനുള്ളിൽ കയറി കിടന്നാൽ എത്രയും പെട്ടെന്ന് ഞാൻ വിധവയായിക്കൊള്ളും. നീ എൻ്റെ ഭാര്യയല്ലടി, പിന്നെ എങ്ങനെ ഞാൻ മരിച്ച നീ വിധവയാകുന്നത്? അവൻ വല്ലാതെ അസ്വസ്ഥതയോടെ പറഞ്ഞു. ഭാര്യയല്ല എന്ന് പറഞ്ഞാൽ ഭാര്യ അല്ലാതാകില്ലല്ലോ. നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിപ്പോയില്ലേ എന്ന് പറഞ്ഞ് ബക്കറ്റും മോപ്പും എടുത്ത് അവൾ അവിടുന്ന് പോയി. ദേവൻ റൂമിനുള്ളിൽ കയറി ഡോറടച്ച് ചുറ്റും നോക്കി. വളരെ വൃത്തിയായിരിക്കുന്നത് കണ്ട് അവൻ പുഞ്ചിരിച്ചു. ഡ്രസ്സിംഗ് ടേബിളിൽ മിറർ ഇരിക്കുന്നത് കണ്ട് ദേവൻ അതിനടുത്തേക്ക് ചെന്നു. ഇത് അപ്പുറത്തെ റൂമിലുണ്ടായിരുന്ന മിററല്ലേ? അവൻ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് ആ മിറർ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗൗരി കയ്യിലൊരു ചെടിച്ചട്ടിയുമായി ഡോർ തുറന്ന് അകത്തേക്ക് വന്നു. ഇത് ശ്വസിക്കാൻ ഓക്സിജൻ തരുന്ന പാവ ഒരു പ്ലാന്റാ. ഞാൻ ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചെന്ന് വിചാരിച്ച് എന്നോടുള്ള ദേഷ്യം ഇതിനോട് കാണിക്കണ്ട. വീട്ടിലാകുമ്പോൾ ഏതു നേരം ഈ റൂമിനുള്ളിൽ അടച്ചുപൂട്ടി AC ഓൺ ചെയ്തിരിക്കില്ലേ? ഇവിടുന്ന് ഇറങ്ങിയ നേരെ കാറിലേക്ക്, അതിലും AC. അവിടുന്ന് ഇറങ്ങിയ നേരെ ഓഫീസിലേക്ക്, ക്യാബിനുള്ളിലും AC. ശുദ്ധവായു ശ്വസിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരേ ഒരാൾ നിങ്ങളായിരിക്കും. ഈ പ്ലാന്റ് നിങ്ങൾക്ക് ശുദ്ധവായു തരും. ഇതിവിടെ ഇരുന്നോട്ടെ, ഇതിനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് ഗൗരി ആ പ്ലാന്റ് അവൻ കിടക്കുന്ന കട്ടിലിൻ്റെ അടുത്തായി തറയിൽ കൊണ്ടുവന്ന് വച്ചു. എന്നിട്ട് ദേവനെ നോക്കി പറഞ്ഞു, ഈ ഡ്രസ്സിംഗ് ടേബിളിലെ മിറർ പൊട്ടിച്ചതാണെന്ന് മനസ്സിലായി. അപ്പുറത്തെ റൂമിൽ നിന്ന് ഒരെണ്ണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വല്ലപ്പോഴും അതിൽ നോക്കി മറ്റുള്ളവർക്ക് ഇഷ്ടാവുന്ന തരത്തിൽ മുഖം വരുന്ന രീതിയിൽ ഒന്ന് ചിരിച്ച് പ്രാക്ടീസ് ചെയ്താൽ നന്നായിരിക്കും. ബുദ്ധിമുട്ടായിരിക്കുമെന്നറിയാം, എന്നാൽ ഒന്ന് ചെയ്തു നോക്കണം. എപ്പോഴും ദേഷ്യം മാത്രം വരുന്ന ഈ മുഖത്ത് പുഞ്ചിരി വിരിയോന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാലോ. പിന്നെ ദേഷ്യം വന്ന് കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് വലിച്ചെറിയാൻ തോന്നുന്ന സമയത്ത് ഈ പ്ലാന്റ് തുടരുത് എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോയി. ഡോറിൻ്റെ അടുത്ത് ചെന്ന് തിരിഞ്ഞു നോക്കി. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? അവൾ ചോദിച്ചു. അവൻ മോളി. സാധാരണ എന്നെ കാണുമ്പോഴേക്കും നിങ്ങൾ വഴക്ക് തുടങ്ങും. ഇപ്പം ഞാൻ ഇത്ര നേരം സംസാരിച്ചിട്ടും നിങ്ങൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറഞ്ഞ് ഗൗരി ഡോർ അടച്ച് അവിടുന്ന് പോയി. അവൾ പോയി കഴിഞ്ഞ് അവൻ പുഞ്ചിരിയോടെ കുറച്ചു നേരം ഡോറിനടുത്തേക്ക് തന്നെ നോക്കി നിന്നു. അതിനുശേഷം മിററിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. പിന്നീട് ആ പ്ലാന്റിലേക്ക് നോക്കി. എന്നിട്ട് അതിനടുത്ത് വന്ന് അതിനെ ഒന്ന് തഴുകി. ഒരു സ്വപ്നലോകത്തെന്ന പോലെ അവൻ ബെഡിൽ കിടന്നു. പെട്ടെന്ന് അവൻ്റെ മുഖം മങ്ങി. ദേഷ്യം കൊണ്ട് കണ്ണുകൾ ചുവന്നു. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ടേബിളിനടുത്തേക്ക് ചെന്ന് ഡ്രോ തുറന്ന് അതിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അവിടെയുള്ള ആ ഫോട്ടോയിലേക്ക് ദേഷ്യത്തോടെ കുത്തിക്കൊണ്ട് നിന്നു. ഒരുവിധം ദേഷ്യം ശമിച്ചപ്പോൾ കത്തി അവിടെയിട്ട് ഡ്രോ അടച്ചു വന്ന് ബെഡിൽ കിടന്നു. അവൻ ഭക്ഷണം കഴിക്കാൻ വരേണ്ട സമയമായപ്പോൾ ഗൗരി രാമേട്ടനോട് പറഞ്ഞു, രാമേട്ടൻ റൂമിലേക്ക് പോയിക്കോളൂ, ഞാൻ എല്ലാം മാനേജ് ചെയ്തോളാം. വേണ്ട മോളെ, കുഞ്ഞിന് ദേഷ്യം വന്നാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല, രാമേട്ടൻ പറഞ്ഞു. രാമേട്ടൻ പേടിക്കണ്ട, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞില്ലേ. രാമേട്ടൻ ഞാൻ വിളിക്കുമ്പോൾ വന്നിരുന്ന് കഴിച്ചാൽ മാത്രം മതി. ഇപ്പോൾ റൂമിലേക്ക് പോയിക്കോളൂ, ഗൗരി പറഞ്ഞു. രാമേട്ടൻ മനസ്സില്ല മനസ്സോടെ അവിടുന്ന് പോയി. ദേവൻ കഴിക്കാൻ വരുന്നതിന് മുൻപ് തന്നെ കഴിക്കാനുള്ളതെല്ലാം എടുത്ത് ഗൗരി ടേബിളിന് മുകളിൽ കൊണ്ടുപോയി വച്ചു. കഴിക്കാനായി ദേവനും രവിയും എത്തിയപ്പോൾ മുൻപ് നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ ഗൗരി രാമേട്ടനെ വിളിച്ചു. രാമേട്ടൻ വല്ലാതെ ക്ഷീണത്തോടെ വരുന്നത് കണ്ട് ദേവൻ ചോദിച്ചു, എന്താ രാമേട്ട, വയ്യേ? എങ്ങനെ വയ്ക്കാനാ? രാവിലെ മുതൽ ഇതിനുള്ളിൽ പണികൾ ചെയ്യുന്നതല്ലേ? ആകെ 3 ആൾക്ക് താമസിക്കാൻ കൊട്ടാരം പോലത്തെ ഒരു വീടുണ്ടാക്കി വെക്കേണ്ടതുണ്ടോ? ഈ വീട് മുഴുവൻ വൃത്തിയാക്കി വെക്കാൻ തന്നെ ഒരാൾ ഒരു ദിവസം മുഴുവൻ പണികൾ ചെയ്യണം. അതിൻ്റെ കൂടെ മറ്റു പണികളും. പിന്നെ എങ്ങനെ വയ്ക്കും? ഗൗരി ചോദിച്ചു. രാമേട്ട, വാ, ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞ് ദേവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. വേണ്ട കുഞ്ഞേ,
ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ മാറാവുന്നതേ ഉള്ളൂ, രാമേട്ടൻ പറഞ്ഞു. വയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം രാമേട്ടാ, രവി പറഞ്ഞു. വേണ്ട, ഹോസ്പിറ്റലിൽ പോകാനുള്ള വയ്യായികയൊന്നും ഇല്ല എനിക്ക്, രാമേട്ടൻ പറഞ്ഞു. രാമേട്ടാ, ഇവിടെ ഇരിക്കൂ, ഭക്ഷണം കഴിച്ച് വേഗം പോയി കിടന്നോളൂ, ഗൗരി പറഞ്ഞു. ഗൗരി അവർക്കുള്ള പ്ലേറ്റ് വെച്ച് കൊടുത്തു. എന്നിട്ട് ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന ചോറെടുത്ത് ദേവൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പി. അപ്പോൾ അവൻ ദേഷ്യത്തോടെ ചോദിച്ചു, ഇതെന്താ ചോറോ? ചപ്പാത്തി ഉണ്ടാക്കിയില്ലേ? ചപ്പാത്തി ഉണ്ടാക്കിയില്ല. രാവിലെ മുതൽ പണിയെടുത്ത് നടു ഒടിയാറായി. വളരെ കഷ്ടപ്പെട്ടാ ഉച്ചയ്ക്ക് കഴിക്കാൻ ഇത്രയും ഉണ്ടാക്കിയത്. നിങ്ങൾ കഴിക്കാൻ വന്നില്ല. അതെല്ലാം ബാക്കിയായി. വരില്ലെങ്കിൽ പറയായിരുന്നില്ലേ? ഇതെല്ലാം കളയാൻ പറ്റുമോ? ഇത്രയും ബാക്കിയിരിക്കുമ്പോൾ പിന്നെ ചപ്പാത്തി കൂടെ ഉണ്ടാക്കണോ? ഗൗരി ചോദിച്ചു. ഗൗരി പറയുന്നത് കേട്ട് ദേവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു.